ഫ്രണ്ട്സ്, വേനൽക്കാലത്ത് നമുക്ക് ചൂട് പ്രതിരോധിക്കുവാൻ ഏറ്റവും ആവശ്യമുള്ള ഒരു ഘടകമാണ് സലാഡ് കുക്കുംബർ അല്ലെങ്കിൽ സലാഡ് വെള്ളരി എന്ന് നമ്മുടെ നാട്ടിൽ പറയുന്ന കക്കരി എന്നും പറയുന്ന ഈ വെള്ളരി. ഇത് എങ്ങനെ വളരെ എളുപ്പത്തിൽ കൃഷി ചെയ്യാം, ടെറസിൻ്റെ മുകളിൽ എങ്ങനെ എളുപ്പത്തിൽ കൃഷി ചെയ്യാം എന്നതാണ് ഞാനിന്ന് നിങ്ങളോട് പറയുന്നത്. ഏകദേശം 25 ദിവസത്തിന് മുമ്പ് ഞാൻ ചീര നട്ട ബാഗുകളാണ് നിങ്ങളീ കാണുന്നത്. വിളവെടുത്തതിന് ശേഷം അതേ ബാഗിൽ തന്നെ സലാഡ് കുക്കുംബർ അല്ലെങ്കിൽ കക്കരി ഈ ബാഗുകളിൽ നട്ട് വളർത്തുന്നത് എങ്ങനെ എന്നാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. അത് വളരെ ലളിതമായി നമുക്ക് ചെയ്യുവാൻ കഴിയുന്ന ഒരു കൃഷി രീതിയാണ് ഞാനിന്ന് നിങ്ങളോട് പറയുന്നത്. ഈ വെള്ളരിയുടെ തൈകളെ നോക്കിയാലറിയാം, അവയുടെ ഇലകൾക്ക് ചെറിയ മഞ്ഞളിപ്പ് കാണുവാനായിട്ട് കഴിയും. കാരണം അതിന് എന്താണ് അതിൻ്റെ പ്രതിവിധി എന്നും ഞാൻ നിങ്ങളോട് പറയട്ടെ. ഈ ബാഗിൽ നട്ടിരിക്കുന്ന വെള്ളരികൾ പടർത്തുവാനായിട്ട് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് ഇങ്ങനെ വലിയ കണ്ണികളുള്ള നെറ്റുകളാണ്. ഈ നെറ്റിൻ്റെ മുകളിലേക്ക് ഈ വെള്ളരി കയറിപ്പോവുകയും വളരെ മുകളിൽ എത്തുകയും തുടർന്ന് ഇത് നല്ല കായ്ഫലം തരികയും ചെയ്യുന്നു. ഇതാണ് ഇതിൻ്റെ ഒരു പ്രത്യേക കൃഷി രീതി. ഈ മഞ്ഞളിപ്പ് മാറ്റുവാനായിട്ട് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് എപ്സം സാൾട്ട് അല്ലെങ്കിൽ മഗ്നീഷ്യം സൾഫേറ്റ് ആണ് ഞാനിതിനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് കണ്ടാലറിയാം, ഇത് ഏകദേശം പഞ്ചസാര തരി പോലെയുള്ള ഒരു വസ്തുവിനെ നമുക്കിത് കാണുവാനായിട്ട് കഴിയും. ഇത് നമുക്ക് വെള്ളത്തിൽ പെട്ടെന്ന് അലിഞ്ഞു പോകുന്ന വസ്തുവാണ്. ഇവയെ രണ്ട് രീതിയിൽ നമുക്ക് കൃഷികൾക്ക് കൊടുക്കാനായിട്ട് കഴിയും. ഒന്ന്, വെള്ളത്തിൽ കലക്കി ഇതിനെ സ്പ്രേ ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ ഇവ മൂട്ടിൽ ഇട്ട് കൊടുത്തിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഈ രണ്ട് കൃഷി രീതിയിൽ നമുക്കിത് ഉപയോഗിക്കാനായിട്ട് കഴിയും. പക്ഷേ ഇവിടെ ഞാൻ ഉപയോഗിക്കുന്നത് ഇതിൻ്റെ മൂടുകളിൽ ഇത് വിതറിയതിന് ശേഷം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നതാണ്. കാരണം ഇത് വളരെ സാവകാശം ഇലകളിൽ ലഭിച്ചാൽ മതി. വളരെ വേഗം ഇത് ഇലകളിൽ ലഭിക്കണമെങ്കിൽ ഇത് ചെയ്യുന്നത് ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഞാനിവിടെ ചെയ്യുന്നത് ഈ മൂടുകളിൽ ആവശ്യത്തിന് എപ്സം സാൾട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം വെള്ളം നനച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ ഈ ചെടികളെ നടുവാൻ ഉപയോഗിച്ചത് ഉണങ്ങിപ്പൊടിച്ച ആട്ടിൻ കാഷ്ടമാണ്. അത് ചേർത്താണ് ഈ ചെടികളെ ഞാൻ നട്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ഉണങ്ങിപ്പൊടിച്ച ചാണകവും ഇതിനകത്ത് ചേർത്ത് കൊടുക്കേണ്ടതാണ്. ഇങ്ങനെ ഈ ചെടിയുടെ മൂട് ചെറുതായിട്ട് ഇളക്കിയതിന് ശേഷം മാത്രമേ എപ്സം സാൾട്ട് ഇട്ട് കൊടുക്കാവൂ. അല്ലെങ്കിൽ ഈ എപ്സം സാൾട്ട് ചെടിയുടെ സൈഡിൽ അല്ലെങ്കിൽ അതിൻ്റെ വള്ളികളിൽ പിടിച്ചിരുന്ന് ചെടി നശിച്ചു പോകുവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വളരെ കെയർഫുള്ളായിട്ട് എപ്സം സാൾട്ട് ഇങ്ങനെ ഇതിൻ്റെ മൂടിൽ വിതറി കൊടുക്കുക. ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഏകദേശം ഈ എപ്സം സാൾട്ട് പെട്ടെന്ന് ഈ നനവുള്ള മണ്ണിലേക്ക് അലിഞ്ഞു പോകുന്നത് കാണുവാൻ കഴിയും. അതിനുശേഷം മാത്രം വെള്ളം അതിന് കൊടുത്താൽ മതിയാകും.